വഅൻ അബീ സഈദ് അൽ-ഖുദ്രി റളിയല്ലാഹു അൻഹു, അടുത്ത ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖാല മൂസ അലൈഹിസ്സലാം പറഞ്ഞു, യാ റബ്ബി അല്ലിംനി ഷൈഅൻ, റബ്ബേ എനിക്കൊരു കാര്യം നീ പഠിപ്പിക്കണം. അദ്കുറുക വഅദ്ഉക ബിഹി, രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത്. അദ്കുറുക, നിന്നെ ഓർക്കാൻ വേണ്ടി, ദിക്ർ ചൊല്ലുമ്പോൾ എനിക്ക് പറയാൻ വേണ്ടി, നിനക്കുള്ള ദിക്ർ, നിന്നെക്കുറിച്ച് ഓർക്കാൻ ആ വാക്ക് പറഞ്ഞുകൊണ്ട് ഓർക്കാൻ എനിക്ക് സാധിക്കണം. വഅദ്ഉക ബിഹി, നിന്നോട് ദുആ ചെയ്യാൻ പറ്റുന്ന ഒരു വാക്ക്. ഖാല, അല്ലാഹു തആല പറഞ്ഞു, ഖുൽ യാ മൂസ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലയോ മൂസ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ കലിമത്തു ഷഹാദ പറഞ്ഞുകൊള്ളുക. ഖാല, മൂസ അലൈഹിസ്സലാം പറഞ്ഞു, കുല്ലു ഇബാദിക യഖൂലൂന ഹാദാ, ഈ കലിമ വളരെ പ്രശസ്തമാണ്, എനിക്ക് പ്രത്യേകമായിട്ടൊരു കാര്യമാണ് ഞാൻ ചോദിച്ചത്, എല്ലാവരും പറയുന്നതാണല്ലോ ഈ കലിമ. അല്ലാഹു തആല പറഞ്ഞു, യാ മൂസ ലൗ അന്ന സമാവാതി സബ്അ വആമിറഹുന്ന ഗൈരി, അല്ലയോ മൂസ 7 ആകാശങ്ങളും അതിലെ താമസക്കാർ മുഴുവനും അല്ലാഹു ഒഴികെ ഉള്ളവരെല്ലാം, വൽ അർദീന അസബ്അ 7 ഭൂമികളും, ഫി കിഫ ഇതെല്ലാം കൂടി തുലാസിന്റെ ഒരു തട്ടിലും, വലാ ഇലാഹ ഇല്ലല്ലാഹു ഫി കിഫ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ മറ്റേ തട്ടിലും വെച്ചാൽ, മാലത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ കലിമ അതിനെയൊക്കെ ഉയർത്തിക്കളയും, അഥവാ ഈ കലിമ താഴ്ന്നു പോകും അതിന്റെ ഭാരം കൊണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇമാം ഇബ്നു ഹിബ്ബാനും ഹാക്കിം റഹിമഹുമുല്ലാഹ് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഈ ഹദീസിൽ ഒരുപാട് ഫായിദകളുണ്ട്. ഒന്നാമത്തേത്, ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം മറ്റാർക്കും കൊടുക്കാത്തത് എനിക്ക് ഖാസായിട്ട് വേണം എന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ ഇതിന് തെളിവുണ്ട്. മൂസ അലൈഹിസ്സലാം പറഞ്ഞത് എന്താണ്? യാ റബ്ബി അല്ലിംനി ഷൈഅൻ അദ്കുറുക വഅദ്ഉക ബിഹി, ഒരു കാര്യം എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു തരണം. അത് പറഞ്ഞു കൊടുത്തപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ കുല്ലു ഇബാദിക യഖൂലുന ഹാദാ, ഇതെല്ലാവർക്കും ഉള്ളതാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇല്ലാത്ത എന്തെങ്കിലും ഒരു സ്ഥാനം അത് ചോദിക്കുന്നതിൽ തെറ്റില്ല എന്ന് മനസ്സിലാക്കാം. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഈ കലിമ, അതിന്റെ ഫضل ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. ഏറ്റവും വലിയ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, കഫാറത്തുൽ കബായിർ ആണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, വൻപാപങ്ങൾക്കുള്ള കഫാറത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമ. അതിന്റെ ഫضل മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മൾ അത് ഒരിക്കലും ഉപേക്ഷിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞ ചില ഉലമാക്കളുണ്ട്. കാരണം അവരുടെ ഹദീസിൽ നിന്നാണ് ഈ ആശയം മനസ്സിലാക്കിയത്. ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹലഫ ഫഖാല ഫി ഹലിഫിഹി വല്ലാത്തി വൽ ഉസ്സ, ആരാണോ സത്യം ചെയ്തത് ആ സത്യത്തിൽ അവൻ പറഞ്ഞു വല്ലാത്തി വൽ ഉസ്സ, ലാത്തയാണേ സത്യം, ഉസ്സയാണേ സത്യം എന്ന് ഷിർക്കിന്റെ സത്യം ആരാണോ പറഞ്ഞത്, ഫൽ യഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ. വമൻ ഖാല ലി അഖീഹി തആല ഉഖാമിർക, ആരാണോ തന്റെ സഹോദരനോട് വരൂ നമുക്ക് ചൂത് കളിക്കാം എന്ന് പറഞ്ഞത്, ഫലിയതസദ്ദഖ്, അവൻ സദഖ ചെയ്യട്ടെ. അപ്പോൾ 2 വൻപാപങ്ങൾ ഈ ഹദീസിൽ പറഞ്ഞ് അതിനുള്ള പരിഹാരം കഫാറത്താണ് പറഞ്ഞത്. ചൂത് കളിക്കാൻ വേണ്ടി ഒരാളെ വിളിച്ചാൽ അതിനുള്ള പരിഹാരം, അതിനുള്ള പ്രായശ്ചിത്തം സദഖ ചെയ്യാൻ. ചില ഉലമാക്കൾ പറഞ്ഞു, എത്ര പണത്തിനാണോ ചൂത് കളിക്കാൻ തീരുമാനിച്ചത് ആ തുക സദഖ ചെയ്യുക. മറ്റു ചിലർ പറഞ്ഞു എന്തെങ്കിലും ഒരു സംഖ്യ സദഖ ചെയ്യുക. ഏതായിരുന്നാലും സദഖയാണ് അതിനുള്ള പരിഹാരം. അതിനു മുമ്പായി അതേ ഗണത്തിൽപ്പെട്ട മറ്റൊരു വൻപാപം ഷിർക്ക്, വല്ലാത്തി വൽ ഉസ്സ എന്ന് സത്യം ചെയ്ത് പറഞ്ഞാൽ അത് കരുതിക്കൂട്ടി ആ ലാത്തയും ഉസ്സയെയും തഅലീം ചെയ്തുകൊണ്ടാണ് പറഞ്ഞതെങ്കിൽ കാഫിറായി. അതിന് താഴെയുള്ളതാണെങ്കിൽ അത് വലിയൊരു വൻപാപമാണ്. അപ്പൊ ഇത്രയും വലിയ വൻപാപം, അള്ളാഹുവിന് പുറമെ ഒരാളെ കൊണ്ട് സത്യം ചെയ്യുക എന്നുള്ള കാര്യം, അതിനുള്ള കഫാറത്ത് എന്താണ്? ഫൽ യഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലാണ്. അപ്പൊ ഏത് വൻപാപത്തിനും ഉള്ള കഫാറത്താണ്, വൻപാപങ്ങൾക്കുള്ള കഫാറത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉലമാക്കൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പലപ്പോഴും ഗഫ്ലത്തിലായി പോകുന്ന ഒരു ദിക്റാണ്. മറ്റ് പല ദിക്റുകളും ചൊല്ലും, സ്വലാത്ത് ചൊല്ലും, വെള്ളിയാഴ്ച ദിവസം വർദ്ധിപ്പിക്കും, അതുപോലെ മറ്റു പല ദിക്റുകളും നമ്മൾ ചൊല്ലും, രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകൾ. പക്ഷേ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമ അത് ചിലപ്പോൾ ചൊല്ലുന്നത് കുറഞ്ഞു പോകാറുണ്ട്. അത് നമ്മൾ ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ടതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ മരിക്കുമ്പോൾ അത് പറഞ്ഞിട്ട് മരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം അതിന് അർത്ഥം അത്രയും നമ്മളിത് ആവർത്തിച്ച് പറയുന്നവരായിരിക്കണം, എങ്കിലേ നമുക്ക് ഇത് പറഞ്ഞു മരിക്കാൻ സാധിക്കുകയുള്ളൂ. വലിത്തിർമിദി വഹസ്സനഹു അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം തിർമിദി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടുന്ന് പറയുന്നു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, യാ ഇബ്ന ആദം, ആദമിന്റെ സന്താനമേ, ഇന്നക ലൗ അതൈതനി, നീ എൻ്റെ അടുക്കൽ വന്നാൽ, ബിഖുറാബിൽ അർദി ഖതായ, ഭൂമിയുടെ അത്രയും, ഭൂമി നിറച്ചു വെക്കാൻ പറ്റുന്ന അത്രയും മാസിയത്തുകളുമായി നീ എൻ്റെ അടുത്ത് വന്നാൽ, ثم ലഖീതനി, എന്നിട്ട് നീ എന്നെ കണ്ടുമുട്ടുന്നത്, ലാ തുശ്രികു ബി ഷൈഅ, എന്നിലൊന്നും പങ്കുചേർക്കാത്ത അവസ്ഥയിലാണ്, ഷിർക്ക് ചെയ്യാത്ത അവസ്ഥയിലാണ് വന്നതെങ്കിൽ, അതൈതുക ബിഖുറാബിഹ മഗ്ഫിറ,
അത്രയും അളവ് മഗ്ഫിറത്തുമായി ഞാൻ നിന്റെ അടുത്ത് വരും. ഈ ഹദീസും തൗഹീദിന്റെ ഫضലാണ്. തൗഹീദ് കൊണ്ട് എന്ത് പാപങ്ങളൊക്കെ അള്ളാഹു പൊറുക്കും, അതാണല്ലോ ഈ ബാബിന്റെ വിഷയം. ഫضലു തൗഹീദ് വമാ യുകഫിറു മിനദ് ദുനൂബ്. തൗഹീദ് കൊണ്ട് പുറത്തു കിട്ടുന്ന പാപങ്ങൾ, ആ പാപങ്ങൾ എന്താണ് എന്ന് ഈ ഹദീസിൽ പറയുന്നു. എന്ത് പാപവും, അതാണ് അതിനുള്ള ഉത്തരം. എന്ത് പാപം ചെയ്തിട്ടുണ്ടെങ്കിലും തൗഹീദ് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. പക്ഷേ ഈ തൗഹീദിന്റെ കൂടെ എന്തു വേണം? അദമുൽ ഇസ്റാർ, വൻ പാപങ്ങളിലുള്ള ഇസ്റാർ, കടിച്ചു തൂങ്ങി നിൽക്കുന്ന സ്വഭാവം അതുണ്ടാകാൻ പാടില്ല. തൗബ ചെയ്തിട്ടുള്ള മനസ്സുണ്ടാകണം. വൻ പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്യണം. ആ ഒരു നിബന്ധനയുണ്ട്, ആ ഒരു ഖൈദുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ, തൗബയുണ്ടെങ്കിൽ, ബാക്കിയുള്ള പാപങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഇല്ലാ മൻ താബ, ആരാണോ തൗബ ചെയ്തത്, തൗബ എന്നുള്ള ഖൈദ് അതിനുണ്ട് എന്ന് മാത്രം.